നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. 17 കമ്പനികൾ തൊഴിൽദാതാക്കളായി എത്തിച്ചേർന്നു. നേരത്തെ നമ്മൾ ഇവിടെ തൊഴിൽ മേളകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ നടത്തുകയാണ്. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ജോലി ലഭ്യമാക്കാം, ഏതെല്ലാം രീതിയിൽ വരുമാനം ഉണ്ടാക്കാം എന്ന് തീരുമാനിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും അതിനു വേണ്ടിയിട്ട് സ്ഥാപനങ്ങളെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പഠിതാക്കൾ ഇവിടെ ഉണ്ട്. നമുക്കൊരു വേദി, അവർക്കൊരു ജോലി എന്നുള്ളൊരു ലക്ഷ്യം ആസ്പദമാക്കിയാണ് നമ്മളിന്ന് ഇവിടെ ഈ തൊഴിൽ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കുടുംബശ്രീയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും. നമുക്കറിയാം, ഈ 5 വർഷക്കാലത്ത് നമ്മളുടെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ ഭരണ നേതാക്കന്മാരെല്ലാവരും ഒത്തുചേർന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പും ഇതുപോലെ തന്നെ ജോബ് ഫെയർ നടത്തിയിട്ടുണ്ട്. 115 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. പകുതിയിലേറെ പേർ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടി. നിങ്ങളുടെ ആ ഒരു കഴിവ്, നിങ്ങൾ പഠിച്ചിരിക്കുന്ന മേഖല, നിങ്ങൾ എങ്ങനെ തൊഴിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരുടെ ഇന്റർവ്യൂയിലൂടെ അവരെ ഇന്റർവ്യൂ ചെയ്ത് നിങ്ങളെ എടുക്കുമ്പോൾ നിങ്ങൾ ഭംഗിയായും ആത്മാർത്ഥമായും അത് വേണ്ട എന്ന് വെക്കരുത്. എല്ലാ കാര്യങ്ങൾക്കും തുടക്കത്തിൽ പ്രയാസങ്ങളുണ്ടാവും, ഇല്ലേ? ഒരു തൊഴിൽ വേണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമില്ലേ? സ്വന്തമായി 10 പൈസ വരുമാനം വേണം. നിങ്ങൾ പഠിച്ചു, ഓരോ മേഖലകളിൽ പഠിച്ചു, ഒരു തൊഴിൽ കിട്ടിയാൽ അതെനിക്ക് കൊള്ളാം എന്ന് ഒരു സപ്പോർട്ട്, ഇല്ലേ? വിവാഹം കഴിച്ചവരുണ്ട്, വിവാഹം കഴിക്കാൻ പോകുന്നവരുണ്ട്, പിന്നെ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇതുവരെ തൊഴിൽ ലഭിക്കാത്തവരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഒരു നമ്മളിവിടെ ഇന്നിപ്പോ വെച്ചിരിക്കുന്ന മേളയിൽ ഒരു അനുഗ്രഹം കൂടിയാണ്. ഇതിനു മുന്നേയും നമ്മളിവിടെ തൊഴിൽ മേള വെച്ചു. കുറച്ചു പേർക്ക് ജോലി കിട്ടി, കുറച്ചു പേർക്ക് കിട്ടിയില്ല. ഇന്നിപ്പോൾ സീനിയർ ചെയർപേഴ്സണോട് തൊഴിൽമേളയുടെ ഉദ്ഘാടനം കുഫോസ് രജിസ്ട്രാർ ഡോക്ടർ ദിനേശ് കൈപ്പള്ളി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി പനക്കൽ, കുമ്പളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മിണി ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജംസി ബിജു, മിറ്റിൽഡ മൈക്കിൾ, KDISC അസിസ്റ്റന്റ് ഡയറക്ടർ നീതു സത്യൻ, കീ റിസോഴ്സ് പേഴ്സൺ സുധീർ K ഗോപാലൻ, ജോളി പൗത്തിൽ, മിനി അജയ് ഘോഷ് എന്നിവർ പ്രസംഗിച്ചു. അത് ഇപ്പോൾ പണ്ട് കാലങ്ങളിലേക്ക് ഭർത്താവിന് ജോലി ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ജോലി വേണ്ട. സ്വാഭാവികമായിട്ടും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ 2015 കഴിഞ്ഞിട്ട് 2015 ഇപ്പോൾ 2025 കടക്കുന്ന ഈ 10 വർഷ കാലയളവിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു വീട്ടിൽ 5 പേരുണ്ടോ, പ്രായപൂർത്തിയായ 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും ജോലി വളരെയധികം കടപ്പെട്ടായിരിക്കും. ഒരു ലക്ഷ്യമാണ്, ജോലി വേണം. അങ്ങനെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്ന് വെച്ചാൽ വളരെയധികം എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.